ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾഫുൾ ലാൻഡ്സ്കേപ്സ്. ഇറ്റ്സ് മീ ക്രിസ്റ്റി. കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. തിരക്കിലായിരുന്നു എന്ന് വേണം പറയാൻ. നാട്ടിലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 4-5 മാസം മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നാട്ടിലായിരുന്നു. അപ്പനായി. അതിൻ്റെയൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. കൊച്ചിൻ്റെ മാമോദീസ, പിന്നെ 3-4 വർഷം കൂടി നാട്ടിൽ ചെന്നതിൻ്റെ എല്ലാവിധ ആർമാദിപ്പും എല്ലാവിധ ആഘോഷങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അടിച്ചു പൊളിച്ചു. അങ്ങനെ 2 ആഴ്ച മുമ്പ് ഞാനും എൻ്റെ വൈഫും കൊച്ചും ഒക്കെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ ഇന്നാളെ താമസിച്ച ഫ്ലാറ്റിൻ്റെ മുകളിലുള്ളൊരു ഫ്ലാറ്റിൽ ഞങ്ങൾ 3 പേരും കൂടെ അവരപ്പുറത്ത് ഉറങ്ങുവാണ്. കൊച്ച് എപ്പോഴേലും എണീറ്റാൽ പണി പാടും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി സൗണ്ടൊന്നും ഇല്ലാണ്ട് കാര്യത്തിലേക്ക് വരാം. സോ ഇന്നത്തെ വീഡിയോ ലൈറ്റ് റൂമിൻ്റെ ഒരു മേജർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. 2 ആഴ്ച മുമ്പാണ്, ഏകദേശം 10-14 ദിവസത്തോളം ആയെന്ന് തോന്നുന്നു, ലൈറ്റ് റൂമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു. ഞാൻ തിരക്കിലായിരുന്നു. ആക്ച്വലി ഇന്നാണ് എൻ്റെ വൈഫൈ ശരിയായത്. അതുകൊണ്ട് ഞാൻ ഇന്നാണ് അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് തന്നെ. പല കാര്യങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. പക്ഷേ നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് നമ്മളെല്ലാവരും ലൈറ്റ് റൂമിൽ പ്രീസെറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ പ്രീസെറ്റ്സ് ഉപയോഗിക്കുമ്പം നമുക്കൊരിക്കലും ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്കൊന്ന് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ഇപ്പം ഈ ഒരു പടത്തിൽ ഞാൻ എൻ്റെ ഒരു ഡാർക്ക് ഓട്ടം വൈബ്സ് എന്നൊരു പ്രീസെറ്റ് ഇട്ടു. ഈ പ്രീസെറ്റ് പണ്ട് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കണമായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഈ സെറ്റിങ്സിൽ പോയി ഇതിൻ്റെ മാനുവലായിട്ട് എല്ലാം മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഈ പ്രീമിയർ പ്രോയിലൊക്കെ നമ്മൾ ലട്ടിട്ട് കഴിഞ്ഞപ്പം ലുക്കപ്പ് ടേബിൾസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് പോലെ തന്നെ നമുക്കിവിടെ ആ പ്രീസെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതൊരു അടിപൊളി ഫീച്ചറാണ്. കാരണം നമ്മുടെ ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ഭയങ്കര എളുപ്പമായി തീരും. നമ്മൾ പലപ്പോഴും പലരുടെ അടുത്ത് നിന്നും പ്രീസെറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന പല പ്രീസെറ്റ്സും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രീസെറ്റ്സിൻ്റെ ഒക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ അത് ഓവറായിരിക്കും, അല്ലെങ്കിൽ അത് വളരെ മൈൽഡായിരിക്കും. എന്നാൽ ഈ ഒരു പുതിയ ഫീച്ചർ കാരണം നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ കാണുന്ന ഡീപ്പ് ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം. രസമുണ്ട് കാണാൻ, പക്ഷേ കുറച്ചൊരു പൊട്ടിക്ക് സാധനത്തിൻ്റെ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ എമൗണ്ട് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. പടത്തിന് കുറച്ചുകൂടെ എഫക്റ്റ് വരാൻ പറ്റും. വേറൊരു പടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ പടത്തിലാണെങ്കിലും നമ്മൾ ഇപ്പം ഓട്ടം വൈബ്സ് എന്നുള്ളൊരു പ്രീസെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആണെങ്കിലും കുറച്ച് ബ്രൗണൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. എഫക്റ്റീവ്ലി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്ത പ്രീസെറ്റിൻ്റെ ആ കടുപ്പം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുകയാണ്. വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രീസെറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇവിടെ കാണുന്ന ഈ കണക്കിന് പ്രീസെറ്റ്സ്. ഒരുപാട് അടിപൊളി പ്രീസെറ്റ്സ് വന്നിട്ടുണ്ട് ലൈറ്റ് റൂമിൽ ഈ പ്രാവശ്യം. ഇപ്പം ഡീപ്പ് സ്കിന്നിന്, മീഡിയം സ്കിന്നിന്, ലൈറ്റ് സ്കിന്നിനും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എഡ്ജ്, ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോട്ടോ ഒരു സ്കൈ ഉണ്ടെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് സ്കൈക്ക് വേണ്ട ഈ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് അഡാപ്റ്റീവ് എന്നുള്ള പ്രീസെറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്കൈയിൽ ഞെക്കിയിട്ട് ബ്ലൂ ഡ്രാമ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കൊടുക്കുക, 3 to 4 സെക്കൻഡ്സ് കൊടുക്കുക, അത് കണ്ടുപിടിച്ച് അവിടെ ഒരു പ്രീസെറ്റ് ഓൾറെഡി അപ്ലൈ ചെയ്യും. നിങ്ങളിവിടെ മാസ്കിൻ്റെ സെക്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾറെഡി ഒരു മാസ്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡാർക്ക് ഡ്രാമയാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കുക, സ്കൈയിലൊക്കെ നല്ല ഡാർക്ക് ആ ഒരു ക്ലൗഡെല്ലാം കൊണ്ടുവരുവാണ്. അതുപോലെ തന്നെ നിയോൺ ഉണ്ട്, സ്റ്റോമി ക്ലൗഡ്സ് ഉണ്ട്, സൺറൈസിനെ പറ്റിയതുണ്ട്, സൺസെറ്റിനെ പറ്റിയതുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ അഡാപ്റ്റീവ് സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഫോട്ടോയിൽ ഒരാളുണ്ടെങ്കിൽ അതിനെ നമുക്ക് പോപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാനായിട്ട് അഡാപ്റ്റീവ് പോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി അവിടെ ഒരു മാസ്ക് ഈ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്ത് കാണിക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുക, അത് പോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വാം പോപ്പ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, കൂൾ സോഫ്റ്റ് ഉണ്ട്, വൈബ്രൻ്റ് ഉണ്ട്, ഇങ്ങനെ ഗ്ലോ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രീസെസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ലൈറ്റ് റൂമിൽ നമുക്ക് വീഡിയോയും കളർ ഗ്രേഡ് ചെയ്യാം. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രീസെറ്റ്സും ഇവിടെ കാണാൻ പറ്റും. വീഡിയോ ക്രിയേറ്റീവ് എന്നും പറഞ്ഞുകൊണ്ട് VCR01 ഫോട്ടോയ്ക്കും
പറ്റിയ കുറച്ച് പ്ലേസസ് ആണ്. അടിപൊളിയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് മാസ്കിങ്ങിൽ ലൈറ്റ് റൂം കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തു ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആന്തരിക അർത്ഥം കണ്ടുപിടിക്കാൻ. പക്ഷേ എനിവേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സ്കൈ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ സെലക്ഷൻ റിവേഴ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒന്നുകൂടെ അഡ്വാൻസ് ആക്കുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫോട്ടോ വീണ്ടും ഒന്നുകൂടെ നോക്കാം. അതിൽ ഞാൻ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മാസ്ക് ലൈറ്റ് റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ കുറച്ചധികം ഈ വഴിയുടെ ഭാഗമൊക്കെ സെലക്ട് ആയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കപ്പോൾ ആ വഴി വേണ്ട. സോ നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ സബ്ട്രാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ സെലക്ട് സബ്ജക്റ്റ് ഉണ്ട്, സെലക്ട് സ്കൈ ഉണ്ട്, ബ്രഷ് ഉണ്ട്, ലീനിയർ കെയർ ഉണ്ട്. അതായത് നമ്മളൊരു മാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് വീണ്ടും എല്ലാവിധ മാസ്കുകളും ഒന്നെങ്കിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനോ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴിയുടെ കാര്യം നമുക്ക് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പം ഒരു ബ്രഷ് എടുക്കുകയാണ്. ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആ വഴി മാത്രം ഒന്ന് മായ്ച്ച് കളയുകയാണ്. അപ്പം നമുക്ക് ഈ വഴി മായ്ച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ കിട്ടി. നമുക്ക് ഈ സെലക്ഷന് നമുക്ക് കുറച്ചൊന്ന് എക്സ്പോഷർ കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഷാഡോസ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി അത് പോപ്പപ്പായി. ഇനി നമുക്ക് ഈ മാസ്കിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഫോട്ടോയുടെ ബാക്കി എല്ലാ സൈഡുകളിലേക്കും അല്ലെ ബാക്കി എല്ലാ വശങ്ങളിലേക്കും ഒരു എഫക്റ്റ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. ഓൾറെഡി നമുക്കിവിടെ ഒരു മാസ്ക് ഉണ്ട്, അതിൻ്റെ കീഴിലൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ കീഴിലൊരു ബ്രഷ് നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. സോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഫീച്ചർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മാസ്ക് സെലക്ട് ചെയ്തതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബ്രഷും ഇതിനുള്ള സബ്ജക്റ്റും ഒക്കെ നമ്മൾ വീണ്ടും മാനുവലി ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പമാണ്. മാസ്ക് 1 സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇൻവേർട്ട് മാസ്ക് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഈ മാസ്കിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാസ്കിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ സംഭവിച്ചങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മുടെ മാസ്ക് 1-നുള്ളിൽ ബ്രഷ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. എന്നാൽ ഇൻവേർട്ടഡ് മാസ്കിൻ്റെ ഉള്ളിലും ഈ സബ്ജക്റ്റും ഈ ബ്രഷും ഉണ്ട്. നമുക്ക് ഇൻവേർട്ട് ചെയ്ത മാസ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവേർട്ട് ചെയ്ത മാസ്കിൽ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നമ്മളിതിൻ്റെ ഒരു വർക്ക് ഫ്ലോയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരമാണ്. മറ്റൊരു ഫോട്ടോയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമ്മളിവിടെ മറ്റൊരു ഫോട്ടോ എടുത്തു, സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫോർ എ ഹൊററിന് വേണ്ടി ഈ താഴെ കാണുന്ന റോക്കുകളൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ നിൽക്കുന്ന പാറകളിലും കൂടെ ഇതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പോഷർ കൂട്ടുന്നു, ഹൈലൈറ്റ്സ് കൂട്ടുന്നു, ജസ്റ്റ് ഒന്ന് ഷാഡോസ് കൂട്ടുന്നു, കുറച്ച് വീടാക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് ബാലൻസ് ഞാൻ കയറ്റുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത്രയും ഭാഗത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഒരു എഫക്റ്റ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ മാസ്ക് 1 സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇൻവേർട്ട് മാസ്ക് കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് ഇവിടെ ആവശ്യമുള്ള എഫക്റ്റുകളോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റും. വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ് ഇത്. പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്ത് എഡിറ്റ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലൂ ആക്കണം അല്ലെങ്കിൽ ഡാർക്ക് ആക്കണമെങ്കിലൊക്കെ ഇൻവേർട്ട് മാസ്ക് കൊടുത്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയിൽ നമുക്ക് എങ്ങനെ ഈ മാസ്കുകൾ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യമായിട്ട് അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞാൻ ഡീപ്പ് ഗ്രീൻസ് എന്ന് പറഞ്ഞ പ്രീസെറ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ അഡാപ്റ്റീവ് സ്കൈയിൽ പോയി ഡാർക്ക് ഡ്രാമ ഇട്ടു. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇട്ട പ്രീസെറ്റിന് പുറത്തേക്ക് ഒരു മാസ്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വളരെ ഡാർക്ക് മൂഡി ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്കൈയിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു മാസ്ക് എടുത്തിട്ട് നമുക്ക് സെലക്ട് സ്കൈ കൊടുക്കാം. നമ്മൾ നേരത്തെ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു, ഇപ്പം നമ്മൾ സെലക്ട് സ്കൈ കൊടുത്തു. സോ സ്കൈ ഏകദേശം ഇത്രയും ഭാഗം നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ക്ലോസ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ഹാഷായിട്ടുള്ളൊരു സെലക്ഷനാണ്. എന്താ പറയുക, വളരെ കട്ടിയുള്ളൊരു സെലക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേഡിയൻ്റ്, അതായത് ഒരു ഒഴുക്കില്ല. പക്ഷെ നേരെ മറിച്ച് ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്
ഞാൻ ഈ മാസ്ക് ഡിലീറ്റ് ആക്കുകയാണ്. ഞാൻ ചെയ്യാൻ പോവുക, ഞാനൊരു ലീനിയർ ഗ്രേഡിങ്ങിലേക്ക് വേണം. എൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഇങ്ങനെ ഗ്രാജുവലി കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, അതും മറ്റേ നമ്മളെ വ്യത്യാസമാണ്. എനിവേ, ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഞാനൊരു പുതിയൊരു മാസ്ക് എടുത്ത് ഞാൻ സെലക്ട് സ്കൈ കൊടുക്കുകയാണ്. സ്കൈ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു. എനിക്ക് കുറച്ച് കൂടെ ഇതിനൊരു ബ്ലൂ കളർ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി ഒരു -2 കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് കുറയ്ക്കുകയാണ്, ഹൈലൈറ്റ്സും കുറച്ച് കുറയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഡീഹേസ് കൊണ്ടുവരും, അതിനുശേഷം ഞാൻ കുറച്ച് ക്ലാരിറ്റി കുറയ്ക്കുകയാണ്, ടെക്സ്ചറും കുറയ്ക്കുകയാണ് സ്കൈ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഷാഡോസ് കൊണ്ടുവരണം, ഷാഡോസ് ലിഫ്റ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് നമ്മുടെ സ്കൈ എടുത്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇൻവേർട്ട് മാസ്ക് കൊടുത്തു കഴിയുമ്പോൾ ആ സ്കൈക്ക് താഴോട്ടുള്ള ഏരിയാസ് എല്ലാം സെലക്ട് ആകുകയാണ്. നമുക്കവിടെ കുറച്ച് ഷാഡോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടി ഒന്ന് കോൺട്രാസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഒരു പൊട്ടിക്ക് ഞാൻ ക്ലാരിറ്റി കുറയ്ക്കുകയാണ്. ആ ഒരു ഫോഗി ഡാർക്ക് ഡേയിൽ സോഫ്റ്റ് ലൈറ്റിൽ എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാസ്കിൽ വന്ന ഒരു എന്താ പറയുക അപ്ഡേറ്റ്സ്. ഇനി ഒരു അടിപൊളി ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും പഴയ പോർട്രേറ്റിലേക്ക് തിരിച്ചു പോവാം. ഞാൻ വീണ്ടും ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻസ് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ട് സബ്ജക്റ്റിൻ്റെ അഡാപ്റ്റീവ് സബ്ജക്റ്റിൻ്റെ അകത്ത് ഞാൻ പോയി പോപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് ഒന്ന് ബ്രിങ് ചെയ്യും. അത് പോരാന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയൊരു മാസ്ക് സെലക്ട് ചെയ്തു, ഇങ്ങനെയൊരു സംഭവം സെലക്ട് ചെയ്തു. പണ്ട് നമ്മൾ ഇതുപോലെയുള്ളൊരു 50 ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് മൊത്തം ഫോട്ടോ ആയിട്ട് സിങ്ക് ചെയ്യാനായി നമ്മൾ സെലക്ട് ചെയ്ത് സിങ്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത മാസ്ക് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള ഫോട്ടോകളിലേക്ക് സിങ്ക് ആകില്ലായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ഓരോ ഫോട്ടോയിലും പോയി ആ മാസ്ക് സെലക്ട് ചെയ്ത് അത് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യണമായിരുന്നു. ഇനി കണ്ടു നോക്ക്, നമ്മൾ ഈ ഫോട്ടോയുടെ സെറ്റിങ്സ് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. അതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് Ctrl+Shift+C, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സെറ്റിങ്സിൽ പോയി കോപ്പി സെറ്റിങ്സ് കൊടുക്കാം. ആ സമയത്ത് നമുക്കിവിടെ മാസ്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പേസ്റ്റ് ചെയ്യാണ് Ctrl+Shift+V അതിനുവേണ്ടി, അല്ലെങ്കിൽ മണ്ടേ പോയി സെറ്റിങ്സിൽ പോയിട്ട് Ctrl+Shift+V അല്ലെങ്കിൽ പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കുക. ജസ്റ്റ് ഗിവ് സം ടൈം, അബൌട്ട് 5 സെക്കൻഡാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. ഓട്ടോമാറ്റിക്കലി ആ മാസ്ക് ഇവിടെ അപ്ലൈ ആയി, അത് ഡിറ്റക്റ്റ് ചെയ്ത് അപ്ലൈ ആയിരിക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ 10-200 ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ ഒരേപോലത്തെ ഒരു വെഡ്ഡിങ് സെറമണിയിൽ പോയി നിങ്ങൾ ഏകദേശം ഒരേപോലത്തെ ഒരു 20 ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തെന്ന് വിചാരിക്കാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അപ്ലൈ ചെയ്ത സെറ്റിങ്സും ഓട്ടോമാറ്റിക് സെലക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 200 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 20 എത്ര ആയിക്കോട്ടെ അത്രയും ഫോട്ടോയിലേക്ക് നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ കുറേയും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള കളർ റേഞ്ച് സെലക്ഷനും ലൂമിനൻസ് റേഞ്ച് സെലക്ഷനും ഒക്കെയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെ മാസ്കിങ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എങ്ങനെയുണ്ട് പുതിയ അപ്ഡേറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ലൈറ്റ് റൂമിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഈ മാസ്കിങ്ങിൻ്റെ ഉള്ളിൽ HSL കൂടെ വരികയാണെങ്കിൽ തകർക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.